നമസ്കാരം, ഞാൻ റോസ്മേരി ആൻ്റണി, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. നമ്മുടെയൊക്കെ ഈ ബ്രെയിൻ ഉണ്ടല്ലോ, നമ്മുടെ ഒരു സിസ്റ്റം തുറക്കുമ്പോൾ ഒരുപാട് ടാബുകൾ ഇങ്ങനെ ബ്രൗസ് ചെയ്യുന്നത് പോലെ ആണ്. ഒരുപാട് ടാബുകൾ തുറന്നിട്ടതുപോലെ എൻഡ്ലെസ് ടു ഡു ലിസ്റ്റ് ഉണ്ട്. മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്നറിയാതെ ഭയങ്കരമായിട്ടും ഓവർലോഡ് ആകുന്ന ഒരു അവസ്ഥ. Ever felt like your mind is an open browser with too many tabs? അത് ചിലപ്പോൾ കുറേ തോട്ട്സ് റേസ് ചെയ്യാം, കോൺസ്റ്റൻറ്റ് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാം, ഭയങ്കരമായിട്ടും ഓവർവെൽമിങ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയുള്ളത്. ദാറ്റ്സ് എ മെൻ്റൽ ക്ലട്ടർ. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ മെസ്സി റൂം. ഭയങ്കരമായിട്ടും നമുക്ക് ചില വൃത്തികെട്ട റൂമുകളിൽ അല്ലെങ്കിൽ ഭയങ്കര മെസ്സി ആയിട്ടുള്ള നമ്മുടെ പരിസരമൊന്നും അത്ര വൃത്തിയല്ലെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് ജോലി എടുക്കാൻ തോന്നില്ല. ചിലപ്പോൾ കിച്ചണിലൊക്കെ കയറി കഴിയുമ്പോൾ കിച്ചണൊക്കെ മെസ്സി ആയിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മുടെ അമ്മമാരൊക്കെ ഒച്ചപ്പാടുണ്ടാക്കാറുണ്ട്. ബിക്കോസ് ഇറ്റ്സ് ഡ്രെയിൻസ് ദെയർ എനർജി. അവർക്കത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് തോന്നും. അപ്പോൾ നമ്മുടെ മൈൻഡും അതുപോലെ തന്നെയാണ്. ഇതൊന്ന് കറക്റ്റായിട്ട് ഡീക്ലട്ടർ ചെയ്തില്ല എങ്കിൽ, ക്ലീൻ ആക്കിയില്ല എങ്കിൽ നമുക്ക് വല്ലാത്ത സ്ട്രെസ്സ് തോന്നും എന്നുള്ളതാണ്. ഇൻ സൈക്കോളജി, കോഗ്നിറ്റീവ് ഓവർലോഡ് ഇസ് എ റിയൽ ഫിനോമിനൻ. Dr. John Sweller, cognitive load theory, explained that when we have too much information to process at once, our brains struggle to function efficiently. സൈക്കോളജിയിൽ ഇതിനെ കോഗ്നിറ്റീവ് ഓവർലോഡ് എന്നാണ് പറയുന്നത്. ഡോക്ടർ ജോൺ പറയുന്നത് കോഗ്നിറ്റീവ് ഓവർലോഡ് തിയറി പ്രകാരം ഒരേ സമയം നമ്മുടെ ബ്രെയിനിൽ പ്രോസസ്സ് ചെയ്യേണ്ട വിവരങ്ങളുടെ അളവ് കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിന് കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ സ്ട്രെസ്സും പ്രോക്രാസ്റ്റിനേഷനും അല്ലെങ്കിൽ ഒരു ഇമോഷണൽ എക്സോഷനും എന്നിവയ്ക്കൊക്കെ ഭയങ്കരമായിട്ടും കാരണമാകുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കുന്നത് പോലെ നമ്മുടെ മനസ്സും വൃത്തിയാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇതിനെ പറയുന്ന പേരാണ് മെൻ്റൽ ഡീക്ലട്ടർ എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചില സ്റ്റെപ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ്, ബ്രെയിൻ ഡംപ് ഓർ ക്ലിയർ ദ മെൻ്റൽ ലോഡ്. നമ്മുടെ ബ്രെയിൻ എല്ലാം സ്റ്റോർ ചെയ്യാനായിട്ട് ഡിസൈൻ ചെയ്യപ്പെട്ട ഒന്നല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ന്യൂറോ സയൻറ്റിസ്റ്റ് ഡോക്ടർ ഡാനിയൽ പറയുന്നത് പോലെ മനസ്സിൽ ഒന്നിലധികം കാര്യങ്ങൾ എപ്പോഴും സൂക്ഷിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ, അതായത് സ്ട്രെസ് ഹോർമോൺസ് വർദ്ധിപ്പിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മളെപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് എങ്കിൽ അതൊരു നോട്ട് പാഡിലോ അല്ലെങ്കിൽ ഒരു ബുക്കിലോ അല്ലെങ്കിൽ ഫോണിലോ എവിടെയെങ്കിലും എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം ഉദാഹരണത്തിന് ചിലപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾക്ക് നാളെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്ന് എഴുതി വെക്കുക, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും കുറിക്കുക. ഇതുമൂലം അപ്പം നമ്മുടെ ഒരു സ്ട്രെസ്സ് കുറയാനും മാത്രമല്ല നമുക്ക് നന്നായിട്ട് ഉറങ്ങാനും നമ്മുടെ ബ്രെയിനിന് കുറച്ചും കൂടി സ്പേസ് കിട്ടും. നാളെ കുറച്ചും കൂടി നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ട് പിറ്റേ ദിവസം വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സമയവും അതുപോലെ തന്നെ ഒരു പീസും കിട്ടും എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ ബ്രെയിൻ ഡംപ് അല്ലെങ്കിൽ ക്ലിയർ ദ മെൻ്റൽ ലോഡ് എന്നുള്ളതാണ്. ഒരു ദിവസം കഴിയുമ്പോൾ പിറ്റേ ദിവസത്തേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ മെൻ്റൽ സ്പേസ് ക്ലിയർ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. നെക്സ്റ്റ്, പ്രയോറിറ്റൈസ് ആൻഡ് എലിമിനേറ്റ്. ഇതിന് 80-20 റൂൾസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നോട്ട് എവ്രി വൺ റിക്വയർസ് യുവർ അറ്റൻഷൻ. അപ്പം നമുക്ക് ഇവിടെ ഒരു ഉപയോഗിക്കാവുന്ന 80-20 റൂൾസ് പറയുന്നത് എല്ലാ കാര്യത്തിലും നമുക്ക് നമ്മുടെ അറ്റൻഷൻ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഒരു 20% നമ്മൾ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ 80% റിസൾട്ട്സ് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. പക്ഷേ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളാണോ അതിനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എലിമിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കുറേ ഇമെയിൽസ് വരികയാണ്, കുറേ നോട്ടിഫിക്കേഷൻസ് വരികയാണ്. അപ്പോൾ എല്ലാം എപ്പോഴും നോക്കി അതിന് റിപ്ലൈ കൊടുക്കുക അല്ലെങ്കിൽ എല്ലാ നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ദിവസത്തിൽ 2-3 തവണ മാത്രം നമ്മുടെ ഇമെയിൽ ചെക്ക് ചെയ്ത് അതിനൊരു പർട്ടിക്കുലർ ടൈം വെച്ച് അതിന് മാത്രം റിപ്ലൈ കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ഫ്രീ ടൈമിൽ മാത്രം നോട്ടിഫിക്കേഷൻ നോക്കും എന്നുള്ള ഒരു ടൈം ഫിക്സ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മൂലം നമ്മുടെ ഒരു കോഗ്നിറ്റീവ് സ്വിച്ചിങ് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇത് മാത്രമല്ല, നമ്മുടെ ഫോക്കസ്, നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനോട് ഫോക്കസ് കൂട്ടാനും സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ്, ലിമിറ്റ് ഇൻഫർമേഷൻ ഓവർലോഡ്.
അല്ലെങ്കിൽ യുവർ ബ്രെയിൻ നീഡ്സ് എ ഫിൽട്ടർ. ഡോക്ടർ ഗ്ലോറിയ മാർക്ക് നടത്തിയ ഒരു പഠനം എങ്ങനെയാണ് പറയുന്നത്, കോൺസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻസ്, ഇമെയിൽ അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി 40% കുറയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല സ്ട്രെസ്സ് കൂട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ നമ്മൾ നമ്മുടെ ബ്രെയിനിലേക്ക് എടുക്കുന്നതിനൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, അൺസബ്സ്ക്രൈബ് ചെയ്യേണ്ടതെല്ലാം അൺസബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ചില ഇൻഫർമേഷൻസ് വേണ്ടാത്തതെല്ലാം ലിമിറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കണം. നമുക്കെല്ലാവർക്കും ഉള്ളൊരു ഹാബിറ്റാണ് സോഷ്യൽ മീഡിയ സ്ക്രോളിങ്. അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് ആവശ്യത്തിലധികം അനാവശ്യമായിട്ടുള്ള കുറേ ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിനിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ ഒരു സ്ക്രീൻ ഫ്രീ അവേഴ്സ് ഉണ്ടാവണം. അതൊരു എഫക്റ്റീവായിട്ട് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നോ സ്ക്രീൻ മോർണിംഗ്. അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉടനെ നമ്മൾ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ ഫോണോ ഉപയോഗിക്കില്ല എന്നുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് കുറേയും കൂടി ക്ലാരിറ്റിയും അതേപോലെ തന്നെ മെൻ്റൽ പീസും കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ്, പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്. ട്രെയിൻ യുവർ ബ്രെയിൻ ടു ബി പ്രസൻറ്റ്. ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഒരു ട്രെൻഡല്ല, സയൻസിൽ തെളിയിച്ചൊരു രീതിയാണ്. ഡോക്ടർ ജോൺ കൊബാറ്റ് നടത്തിയ പഠനങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നത് സ്ട്രെസ്സ് കുറയ്ക്കാനും ഫോക്കസ് വർദ്ധിപ്പിക്കാനും നമ്മളെ സഹായിക്കും. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെസ്സ് കുറയുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്ത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടും എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന്, ഫോൺ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രവൃത്തിയിൽ മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ കഴിക്കുമ്പോഴും നടക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ആ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമുക്കൊരു മൈൻഡ്ഫുൾ ആകാൻ സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഡീക്ലട്ടർ യുവർ ഫിസിക്കൽ സ്പേസ്. എ ക്ലീൻ സ്പേസ് ഇസ് ഈക്വൽ ടു എ ക്ലിയർ മൈൻഡ്. അതായത് നമ്മളായിരിക്കുന്ന പരിസരം, നമ്മൾ എവിടെയാണോ ഇരുന്ന് വർക്ക് ചെയ്യുന്നത്, പഠിക്കുന്നത് അല്ലെങ്കിൽ എന്തെല്ലാം ജോലിയാണോ ചെയ്യുന്നത്, ആ പരിസരം വൃത്തിയാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ചിലപ്പോൾ അത് മെസ്സി ആയിട്ട് കിടക്കുമ്പോൾ കോൺഷ്യസ്ലി വലിയ പ്രശ്നമൊന്നും ഇല്ല എങ്കിലും നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സബ് കോൺഷ്യസ്ലി അത് നമുക്ക് സ്ട്രെസ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ്. എ മെസ്സി ഡെസ്ക് ലീഡ്സ് ടു എ മെസ്സി മൈൻഡ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഡെയിലി സ്പെൻഡ് ചെയ്ത് നമ്മുടെ വർക്ക് സ്പേസ് ഒന്ന് ക്ലീൻ ചെയ്യാനും അത് നമുക്കൊരു മെൻ്റൽ ക്ലാരിറ്റി കൊണ്ടുവരാനും സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ്, സെറ്റ് എ ക്ലിയർ ഡെയിലി ഗോൾസ്, റെഡ്യൂസ് ഡിസിഷൻ ഫെറ്റീഗ്. അതായത് പഠനങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഡിസിഷൻസ് എടുക്കുന്നുണ്ട് എങ്കിൽ, ഒരുപാട് ഡിസിഷൻസ് എടുക്കേണ്ട ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി തന്നെ കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു രാത്രി നമ്മൾ നെക്സ്റ്റ് ഡേയിലേക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുക. ഒരു ദിവസത്തിൽ ഒരു 3 പ്രധാനപ്പെട്ട ടാസ്കുകൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഡിസിഷൻസ് മാത്രമേ ഞാൻ എടുക്കുള്ളൂ എന്ന് തീരുമാനിക്കുക. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മുടേതായ ഒരു ക്വാളിറ്റി നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഗവേഷണങ്ങൾ പറയുന്നത്. നെക്സ്റ്റ്, സേ നോ ആൻഡ് സെറ്റ് ബൗണ്ടറീസ്, പ്രൊട്ടക്റ്റ് യുവർ മെൻ്റൽ എനർജി. സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഹെൻറി ക്ലൗഡ് പറയുന്നത് ഇങ്ങനെയാണ്, ബൗണ്ടറി ഇല്ലാത്തതാണ് ഓവർ കമ്മിറ്റ്മെൻറ്റിൻ്റെയും മെൻ്റൽ എക്സോഷൻ്റെയും പ്രധാന കാരണങ്ങൾ. അപ്പോൾ നമ്മുടെ സ്കെഡ്യൂള് ഫുള്ളാണ് എങ്കിൽ ഒരു എക്സ്ട്രാ വർക്ക് നമുക്ക് വരികയാണെങ്കിൽ അത് പൊളൈറ്റ്ലി നിരസിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പം നോ പറയേണ്ട ഒരു സമയത്ത് നോ തന്നെ പറയണം എന്നുള്ളതാണ്. നമ്മുടെ ഫോക്കസ് ഓൺ നമ്മുടെ വർക്കിംഗ് അവേഴ്സ് സെറ്റ് ചെയ്യാനും അല്ലെങ്കിൽ കോളുകളോ മെസ്സേജുകൾക്കോ ഒന്നും എപ്പോഴും മറുപടി നൽകാതെ അതിന് വേണ്ടിയിട്ടുള്ളൊരു നിശ്ചിത സമയം നിശ്ചയിച്ച് നമ്മുടേതായ അത്തരം കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് സമയം സെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് പരാതിയൊക്കെ കേട്ടെന്നിരിക്കാം. ചില ആളുകൾ പറയും നമ്മൾ റീച്ചബിൾ അല്ല എന്നൊക്കെ പറഞ്ഞാലും പൊളൈറ്റ്ലി നമ്മുടേതായ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നത് നമ്മൾ ഓവർവെൽം ആവാതിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഡിജിറ്റൽ ഡീറ്റോക്സ്. ഗിവ് യുവർ ബ്രെയിൻ എ ബ്രേക്ക്. എക്സസീവ് സ്ക്രീൻ ടൈം നമ്മുടെ സ്ലീപ്പിനെയും നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെയും ഒക്കെ ബാധിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ആൻസൈറ്റിയും ഡിപ്രഷനും ഒക്കെ വർദ്ധിപ്പിക്കുന്നുമുണ്ട്.
അപ്പോൾ സോഷ്യൽ മീഡിയയുമായി ഒരു ഓവർ എൻഗേജ്മെൻറ്റ് കൂടുമ്പോൾ നമ്മുടെ റിയൽ ലൈഫ് ഇൻട്രാക്ഷൻസ് കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ 1 മണിക്കൂറെങ്കിലും ഒരു സ്ക്രീൻ ഫ്രീ ടൈം നമ്മൾക്ക് സെറ്റ് ചെയ്യണം. ഒരു പക്ഷേ നമ്മുടെ ബെഡ് ടൈമിന് മുമ്പ്, ഉറങ്ങുന്നതിന് മുമ്പ് ഒരു മണിക്കൂറായിരിക്കണം. ചിലപ്പോൾ ഒരു പുസ്തകം വായിക്കാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതാനോ, അല്ലെങ്കിൽ നെക്സ്റ്റ് ദിവസത്തെക്കുറിച്ച് ആലോചിക്കാനോ, അല്ലെങ്കിൽ അന്നത്തെ ഒരു ദിവസം എങ്ങനെ കടന്നുപോയി എന്ന് ചിന്തിക്കാനോ ഒക്കെ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. നമ്മുടെ മൈൻഡ് വൃത്തിയാക്കേണ്ടത്, അല്ലെങ്കിൽ മെൻ്റൽ ക്ലട്ടർ കുറയ്ക്കുമ്പോൾ നമ്മുടെ ഫോക്കസ് വർദ്ധിക്കും, അല്ലെങ്കിൽ സ്ട്രെസ്സ് കുറയും. നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇന്നർ പീസ്, സമാധാനം ലഭിക്കും എന്നുള്ളതാണ്. നമ്മളുടെ തോട്ട്സ്, ബൗണ്ടറീസ്, മൈൻഡ്ഫുൾനെസ് എന്നിവയൊക്കെ നിയന്ത്രിച്ച് മനസ്സിൽ നമുക്ക് കൂടുതൽ മനസ്സമാധാനം സൃഷ്ടിക്കാനായിട്ട് നമുക്ക് തന്നെ സാധിക്കും. അപ്പം നമ്മുടെ മൈൻഡ് വൃത്തിയാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം.